ടു വരുന്നത് ബ്ലോഗ്. സമയം ഇപ്പോൾ ഏകദേശം 9:11 അപ്പോൾ ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ രാവിലെ തന്നെ തിരുവല്ലയ്ക്ക് പോകാൻ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നടക്കട്ടെ. അങ്ങനെ നടന്ന് നമ്മുടെ അടുത്ത് റോഡിൽ കയറി. ഈ റോഡ് ഇപ്പോൾ ടാർ ചെയ്തേ ഉള്ളൂ. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് ടാർ ചെയ്യും പൊളിയും, ടാർ ചെയ്യും പൊളിയും, ടാർ ചെയ്യും പൊളിയും, ഇതാണ് അവസ്ഥ. ഈ റോഡ് ടാർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കായിരിക്കും ഒന്നെങ്കിൽ വാട്ടർ അതോറിറ്റി, അല്ലെങ്കിൽ മറ്റേ ജപ്പാൻ കുടിവെള്ളം, ഇതും അല്ലെങ്കിൽ ഗ്യാസുകാർ, ഇതൊക്കെ ഇങ്ങനെ കുത്തിപ്പൊളിച്ച് ഈ റോഡ് ഇങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് റെഡിയാക്കി വീതിയൊക്കെ കൂട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആര് കുത്തിപ്പൊളിക്കാൻ പോകാമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ അവിടുന്ന് നമ്മുടെ അവിടെ നിന്ന് കയറി ബസ് കിട്ടി. ആലപ്പുഴ ചെന്നിട്ട് അവിടെ പോകാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു ഫാസ്റ്റ് കിട്ടിയപ്പോൾ അതിൽ കയറി പോവുകയാണ് ആലപ്പുഴയ്ക്ക്. ആലപ്പുഴ ചെന്നിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ റോഡ് പണി, പിന്നെ കൃപാസനത്തിൻ്റെ ബ്ലോക്ക്, പിന്നെ അർത്തുങ്കപ്പള്ളി പെരുന്നാൾ, അത് കാരണം ഈ ആലപ്പുഴയിൽ നിന്ന് ഒന്ന് കയറി വരാൻ ഇച്ചിരി താമസം എടുത്തു. നല്ല രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചെല്ലട്ടെ. അതിൽ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു തിരുവല്ല ഫാസ്റ്റ് പാസഞ്ചർ കിട്ടി. ഇതിലൊരു കോമഡി ആയിട്ടൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ആലപ്പുഴ വന്നപ്പോഴത്തേക്ക് ഒരു തിരുവല്ല ഫാസ്റ്റ് പാസഞ്ചറാണ് കിട്ടിയത്. കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അർത്തുങ്കൽ പള്ളിയിൽ നിന്ന് വരുന്ന മറ്റേ സ്പെഷ്യൽ സർവീസാണ്. ഈ അർത്തുങ്കൽ പെരുന്നാളായതുകൊണ്ട് ഇപ്പം അവിടുന്ന് എല്ലായിടത്തേക്കും ബസ്സുണ്ട്. കായംകുളത്തേക്കും അതുപോലെ തിരുവനന്തപുരത്തേക്കും, പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ട് എറണാകുളത്തിനും എല്ലായിടത്തേക്കും ഉണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 10:34 അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും ബസ്സുകളൊക്കെ ഉണ്ട്. ഈ സ്പെഷ്യൽ സർവീസിന് സാധാരണ ബസ്സിനൊക്കെ ചാർജ് കൂടുതലാണെന്നാണ് പറയുന്നത്. അതായത് സാധാരണ ഒരു ഫാസ്റ്റ് പാസഞ്ചറിന് എൻ്റെ ഒരു ഇതിൽ വെച്ച് കാൽക്കുലേഷൻ ശരിയാണ് 55-56 ഏതാണ്ടാണ് ടിക്കറ്റ് വരുന്നത്. പക്ഷേ ഇതിന് 75 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. റീസൺ ചോദിച്ചപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ സർവീസ് ആയതുകൊണ്ട് അതായിരിക്കും റേറ്റ് കൂടുതലായിരിക്കും, ഇരട്ടിയായിരിക്കും, സാധാരണ ചാർജിനൊക്കെ കൂടുതലാണെന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സ്പെഷ്യൽ സർവീസ് എന്ന് പറഞ്ഞുകൊണ്ട് സ്പെഷ്യൽ പൈസയും മേടിക്കുന്നുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് ഇതുകൊണ്ട് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ കണ്ടക്ടർ കയറുന്നവരോടെല്ലാം പറയുന്നത് അങ്ങനെ തന്നെയാണ്, സ്പെഷ്യൽ സർവീസാണ്, ചാർജ് കൂടുതലാണ്. അത് കാരണം ഒട്ടും തിരക്കൊന്നുമില്ല ബസ്സിൽ. എനിക്ക് അതാണ് ഈ മനസ്സിലാത്തത്. സ്പെഷ്യൽ സർവീസ് ആയതുകൊണ്ട് കൂടുതൽ പൈസ മേടിക്കാം, അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അമ്പലപ്പുഴ തിരുവല്ല റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് നമ്മുടെ തകഴി എത്താറായി വരുന്നു. ഇവിടെ ഏതാണ്ട് കുത്തിപ്പൊളിയും പരിപാടിയൊക്കെയാണ്. എവിടെ ചെന്നാലും പണി, റോഡ് പണി പരിപാടിയൊക്കെ ആയത് കാരണം ഒരു രക്ഷയിൽ. ഇന്നലെ വന്നപ്പോൾ നല്ല രീതിയിൽ ഞാൻ താമസിച്ചു. ഈ റോഡ് പണിയുടെ ബ്ലോക്ക് കാരണം നമ്മുടെ NHൻ്റെ എറണാകുളത്ത് നിന്ന് വന്ന കാരണം അരൂര് അങ്ങനെ ഇവിടെയൊക്കെ ബ്ലോക്കും കാര്യങ്ങളുണ്ട്. പിന്നെ പണി നല്ല രീതിയിൽ തീരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 1 വർഷത്തിനുള്ളിൽ ഈ ഫ്ലൈ ഓവറിൻ്റെ പണി തീർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷ ഉണ്ടായില്ല. പെട്ടെന്ന് നമുക്ക് എറണാകുളം എത്താൻ പറ്റും. ഫൈനലി നമ്മൾ തിരുവല്ല എത്തി. തിരുവല്ലയിൽ നിന്ന് ബസ് കയറി. അങ്ങനെ നമ്മൾ ആറാട്ടുകടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് പോവുകയാണ്. നമ്മൾ തിരുവല്ലയിൽ നിന്ന് വരുമ്പോൾ സാധാരണ തിരുവല്ലയിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിക്കലാണ് ചെയ്യുക. ഇതിപ്പം ഇവിടുന്ന് തിരുവല്ലയിൽ നിന്ന് നേരെ ചെങ്ങന്നൂർ പോകുന്ന ബസ് കയറിയിട്ട് ആറാട്ടുകടവ് എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങുക. അവിടുന്ന് നേരെ നമ്മുടെ ഈ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ സ്ഥലം എവിടേക്കാണ് ഞാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിയെ കെട്ടിച്ചിരിക്കുന്ന സ്ഥലം, അതായത് അളിയൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ കൊച്ചുണ്ട്. അപ്പോൾ കൊച്ചിനെ കാണാൻ ഞാനെപ്പോഴും വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞായറാഴ്ച പോകുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇപ്രാവശ്യം പോകുന്നത്. അപ്പോൾ അതാണ് ഈ വ്ളോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വേറെ കാര്യമൊന്നുമില്ല. പിന്നെ അർത്തുങ്കപ്പള്ളി ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. ഞാൻ എല്ലാ പ്രാവശ്യം പോകുന്നതാണ് വരുമ്പോൾ. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ടൈമിന് ഞാൻ കയറി ആ പള്ളി പോകുന്നതാണ്. വണ്ടി ഇല്ലാത്ത കാരണം ആ പോക്ക് നടന്നില്ല. പിന്നെ ഇന്നലെ വന്ന് രാത്രി വന്നു, ഇന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വന്നു. ഇനി വൈകിട്ടേ തിരിച്ചെത്തത്തുള്ളൂ. ഇടയ്ക്ക് പോകാനും പറ്റില്ല. വണ്ടി കൊണ്ടാണെങ്കിൽ ജസ്റ്റ് അവിടെയെങ്കിലും ഒന്ന് പോയി കറങ്ങിയിട്ടൊക്കെ വരുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യമൊക്കെ പെരുന്നാളിന് ഞങ്ങൾ അവിടെ പോയിട്ടുള്ളതാണ് അർത്തുങ്കപ്പള്ളിയിൽ. ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇവിടെ തീരാറായെന്ന് തോന്നുന്നു. എനിക്ക് ഇന്ന് 8ാം പെരുന്നാളാണ്, അതായത് ഈ ഞായറാഴ്ച 8ാം പെരുന്നാളാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ വ്ളോഗ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പുതിയൊരു വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ ഡാർക്ക് സൈനിങ് ഓഫ്. ബൈ.